നമസ്കാരം. ഇഫക്ട് ന്യൂസിലെ ഏവർക്കും സ്വാഗതം. ഒരു 100 രൂപയുടെ മൂല്യമുണ്ടെന്നുള്ളത് നമ്മൾ ആരോപിച്ചേക്കുന്നു. ഒരു കുരങ്ങന്റെ മുന്നിൽ ഒരു പഴവും ഒരു 100 രൂപ വെച്ചാൽ കുരങ്ങൻ പഴം എടുക്കും. കാരണം പഴത്തിന്റെ മൂല്യമുണ്ട്. 100 രൂപയുടെ മൂല്യം നമുക്കേറുള്ളൂ. അതുകൊണ്ടാണ് കൊടി, ഒരു പാർട്ടിയുടെ കൊടി ഞാൻ വലിച്ചു കയറി എന്നെ എല്ലാവരും കൂടി ഇടിക്കും. അതൊരു തുണിയാണ് എന്നല്ല, അത് ആ സമയത്ത് ഒരു തുണിയല്ല, അതിനൊരു ആരോപിത മൂല്യം വരുന്നുണ്ട്. അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ ഇത് ഏതാണ് ഇതിന്റെ അളവുകോലെന്ന് കൃത്യമായിട്ട് നിശ്ചയിക്കപ്പെട്ടിട്ടില്ലാത്തത് കൊണ്ടുള്ള കൺഫ്യൂഷൻ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും നമ്മുടെ നർമ്മം പറഞ്ഞാൽ കൃത്യമായി ഈ പറഞ്ഞ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് നോക്കി മറ്റൊരാളെ വേദനിപ്പിക്കാതെ തമാശ പറയുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം എന്ന് എനിക്ക് തോന്നുന്നു. പണ്ട് കലാജീവിതം തന്നെ പുസ്തകത്തില് ഹാസ്യ ശുചീകരണം എന്നൊരു അധ്യായമുണ്ട്. അതിനകത്ത് പുള്ളി പറയുന്നത്, നിങ്ങൾ ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള ഒരാളോട് നിങ്ങൾ ഈ തമാശ പറഞ്ഞാൽ അത് അവരെ ഹേർട്ട് ചെയ്യില്ല നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ആ തമാശ നിങ്ങൾ പബ്ലിക്കായിട്ട് വേറെ ആൾക്ക് പറയാൻ പാടുള്ളൂ. അതെ, പുള്ളി പണ്ട് മുതലേ എഴുതി വെച്ചിട്ടുള്ള സാധനം വലിയ പാടാണ് അത്തരം കാര്യങ്ങളൊക്കെ. നമുക്ക് നമ്മുടെ സമയം ഏതാണ്ട് ലാസ്റ്റ് ചോദ്യമാണ്. എന്റെ പേര് തമന്ന. സോ നേരത്തെ പറഞ്ഞ കാര്യത്തിനെ പറ്റി ചോദിക്കാനായിരുന്നു. പൈസ ഉണ്ടാക്കാൻ അറിയാവുന്ന തന്നെ വിജയിപ്പിച്ചിട്ടില്ലേ കാര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ട്. ഇപ്പം അത് ശരിയാണ്. കാര്യം BMW പോകുന്ന ഒരാൾക്ക് പുറത്ത് വെയിലത്ത് ബസ് കാത്ത് നിന്ന് ബസ് പിടിച്ച് പോകുന്ന ആളുടെ വിഷമം മനസ്സിലാവാൻ അറിയില്ലല്ലോ. ഇപ്പം നമ്മൾ ഇലക്ട് ചെയ്യുന്നത് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു റെപ്രസെന്റേറ്റീവിനല്ലേ. ആ ചോദ്യത്തിന് ഉത്തരം പണ്ട് ബസ്സിൽ പോയിരുന്ന, ഇപ്പോൾ ബെഞ്ചിൽ പോയിരുന്ന അല്ല. അത് നമ്മള് അങ്ങനെ പോകുന്ന ഒരാൾക്ക് ഇപ്പുറത്തെ സൈഡ് അറിയില്ല എന്ന് പറയുന്നത് നമ്മൾ വെറുതെ പറയുന്നതാണ്. മനുഷ്യന്റെ പ്രാഥമിക പ്രശ്നങ്ങൾക്ക് ഒരു വിധത്തിൽപ്പെട്ട എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മനസ്സിലാകുന്ന ഒന്നാണ്. ഞാൻ പറഞ്ഞത് ബെൻസിൽ പോകുന്ന ഒരാളെ ജയിപ്പിക്കണം എന്നുള്ളതല്ല, പണമുണ്ടാക്കാൻ അറിയുന്നവനെ ജയിപ്പിക്കണം. അല്ലാതെ ഇവൻ ഇതൊന്നും ഇല്ല അതുകൊണ്ട് ഇവനെ ജയിപ്പിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ കേട്ട പ്രചരണം ഇതില്ലാത്ത ആളെ ജയിപ്പിക്കൂ എന്ന് പറയുന്നത് ഒരു മെറിറ്റായിട്ട് നമ്മൾ കണക്കാക്കരുത്. ഇതൊരു വലിയ സംഘാടനമുണ്ട്. ഒരു MLA അല്ലെങ്കിൽ ഒരു MP എന്നൊക്കെ പറയുന്ന ആൾക്ക് ഒരുപാട് പേരുടെ നിത്യജീവിതത്തിൽ ഇടപെടാനും സംഘാടനമൊക്കെ ഉള്ള കപ്പാസിറ്റി വേണം. അപ്പം അങ്ങനെ വലിയ തോതിൽ ചെയ്തിട്ടുള്ള ഒരാൾക്ക് സംഘാടനം സാധ്യമാണ്. നമ്മൾ ജനാധിപത്യ രാജ്യത്തല്ലേ, ദുബായിലെ ആളുകൾ സുഖമായിട്ട് ജീവിക്കണല്ലേ. ദുബായ് രാജഭരണമുള്ള സ്ഥലമല്ലേ, രാജാവിന് 4 ഫ്ലൈറ്റ് ഇല്ലേ. അപ്പോ ഞാൻ പറഞ്ഞ വാച്യാർത്ഥത്തിൽ ഒരു പണക്കാരനെ ജയിപ്പിക്കൂ എന്നുള്ളതല്ല ഞാൻ പണം ഉണ്ടാക്കാൻ അറിയുന്നവനെ ജയിപ്പിക്കൂ എന്നുള്ളതാണ് പറഞ്ഞത്. 2, അവനും സാധാരണ ഉള്ള വിഷയങ്ങളെല്ലാം അറിയാൻ സാധിക്കും. അവർക്ക് സമൂഹത്തെ കുറിച്ച് വ്യക്തമായ ബോധ്യമുള്ളത് കൊണ്ടൊക്കെ തന്നെയാണ് അവരങ്ങനെ നിൽക്കുന്നതും എത്തുന്നതും എല്ലാം. ഇപ്പം തനിക്ക് പല കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും താൻ അനുഭവിച്ചതല്ല തനിക്കറിയാവുന്നത്. തനിക്കറിയാവുന്ന ഒരുപാട് കാര്യങ്ങൾ സൈനൈഡ് കഴിച്ചാൽ മരിക്കുമെന്ന് ഞാൻ കഴിച്ചു നോക്കിയിട്ടും മരിച്ചിട്ട് മനസ്സിലാക്കിയതല്ല. എനിക്ക് മുന്നേ മരിച്ചവനെ കണ്ട് ഞാൻ മനസ്സിലാക്കിയത് അല്ലേ. ഷോക്ക് അടിച്ചാൽ മരിക്കുമെന്ന് മനസ്സിലാക്കിയതും എനിക്കിതുവരെ ഷോക്ക് അടിച്ചിട്ടില്ല. അപ്പൊ അതെനിക്ക് മനസ്സിലാവുമോ എന്ന് ചോദിച്ചാൽ ഇല്ല, എനിക്കത് മനസ്സിലാവും. എനിക്ക് ആ ബോധ്യമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത്, നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ഒന്ന് കഴിവുണ്ടെന്ന് പറയാം, കഴിവില്ലെന്ന് പറയാം. എല്ലാ തരത്തിലും ഒരാളെ നമ്മുടെ മുന്നിൽ ഒരു ഇമേജ് ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. അതിൽ ഒരു ഇമേജ് ഇല്ലാത്തവനെ ജയിപ്പിക്കുന്നു പറയുന്ന ഇമേജാണ്, മറ്റൊന്ന് ഉണ്ട് എന്ന് പറയുന്ന ഇമേജാണ്, ബുദ്ധി ഇല്ല എന്ന് പറയുന്ന ഒരു ഇമേജാണ്, ബുദ്ധി ഉണ്ട് എന്ന് പറയുന്ന ഒരു ഇമേജാണ്. അങ്ങനെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെട്ട വ്യക്തിയോ ആശയമോ പ്രസ്ഥാനമോ നമ്മളുടെ മുന്നിൽ അവർ കാണിച്ചു തന്നത് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അത് ശരിയാണോ എന്ന് ഒന്നും കൂടി ചിന്തിച്ച ശേഷം നമ്മളുടെ കൺക്ലൂഷൻ എത്തിയാൽ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ നല്ലതായിരിക്കുന്നതാണ് കവി ഉദ്ദേശിച്ചത്. നമ്മുടെ സമയം വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാമത്. ഏവർക്കും നന്ദി, നമസ്കാരം.